മാസപ്പടിക്ക് പിന്നിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന കരിമണൽ കൊള്ള. തീരദേശത്തെ അച്ഛനും മകളും ചേർന്ന് വിറ്റ് കാശാക്കി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടത്തിവരുന്ന അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും നടത്തുന്ന രഹസ്യാന്വേഷണം രാജ്യത്തെ തന്നെ നടുക്കുന്ന കരിമണൽ കൊള്ള പുറത്തു കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. KSIDCയും CMRലും തമ്മിൽ നടന്ന അവിഹിത ബന്ധം തന്നെയാണ് ഈ കരിമണൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. KMML എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. 2019 ആറ്റമിക് മിനറൽസിന്റെ ഖനനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമെന്റ്മെന്റുകളെ മറികടക്കാൻ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണവും ഈ വലിയ കരിമണൽ കുംഭകോണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രേഖകൾ സഹിതമാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CMRന്റെ കരിമണൽ ഖനനത്തിനു വേണ്ടി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകൾ സഹിതം പുറത്തുവിട്ടാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇവിടെ CMRന്റെ 14% ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDC എടുത്തതിലും SFIOയ്ക്ക് സംശയങ്ങളുണ്ട്. നാടിന്റെ സമ്പത്തിന്റെ കവർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കരിമണൽ കൊള്ളയിലൂടെ CMRL എന്ന കമ്പനിയെ മുൻനിർത്തി കരിമണൽ കടത്തിയും പിണറായി വിജയനും മകളും ചേർന്ന് സമ്പാദിച്ചത് കോടികളാണ്. പിണറായി വിജയൻ സർക്കാരും പ്രത്യേകിച്ച് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള KSIDCയും ഇതിന് കൂട്ടുനിന്നു. കോടികൾ ചിലവാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച KMML തകർക്കാനുള്ള ഗൂഢശ്രമം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാജ്യസമ്പത്തായ കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ CMRന് മുൻനിർത്തി കൊള്ളയടിച്ച് പണം ഉണ്ടാക്കുകയായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്ത് നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ CMRന് നൽകിയ അനുമതി പോലും അനധികൃതമായിരുന്നു. ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായി വിജയന്റെയും മകളുടെയും പ്രൈവറ്റ് ഖജനാവുകളിലേക്ക് കോടികൾ ഒഴുകിയെത്തിയത്. എക്സാലോജിക് എന്ന തട്ടിക്കൂട്ട് കമ്പനി വീണ ഉണ്ടാക്കിയതും ഇത്തരം കൊള്ളകൾ വഴി ലഭിക്കുന്ന പണം വെളുപ്പിച്ചെടുക്കാനായിരുന്നു. ഇക്കാര്യത്തിൽ എല്ലാ സഹായങ്ങളും ആദ്യമേ കർത്ത തന്നെ നൽകി. കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മാസപ്പടി ഇടപാട് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. CMRൽ നടക്കുന്ന വ്യാവസായിക ഇടപാടുകൾ അറിയാൻ പിണറായിക്കും വീണ വിജയനും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. KMML എന്ന സ്ഥാപനത്തെ തകർത്ത് ലാഭം കൊയ്യുകയായിരുന്നു ഇതിന്റെയെല്ലാം പിന്നിലുള്ള ലക്ഷ്യം. ഇതിനുവേണ്ടി സമാന്തരമായ ഒരു സ്ഥാപനം കർത്തയെ മുന്നിൽ നിർത്തി പ്രവർത്തനം തുടങ്ങി. CMR എന്ന സ്ഥാപനത്തിൽ കർത്ത വെറും ബിനാമി മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. CMRന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പിണറായിക്ക് വേണ്ടി വീണ വിജയനായിരുന്നു. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സാലോജിക് കമ്പനിയുടെ ഉടമയും AKG സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകളെല്ലാം നിയന്ത്രിച്ചിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് KSIDCയുടെയും CMRന്റെയും ഇടപാടുകളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് SFIO ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ തീരത്തെ കരിമണൽ സമ്പത്ത് കൊണ്ട് കേരളത്തിന്റെ കടങ്ങൾ ഒറ്റയടിക്ക് തീർക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ ഈ കരിമണൽ സമ്പത്തിന് സാധിക്കുമായിരുന്നു. അതിനെയാണ് ഒരു കുടുംബവും കുറെ കൊള്ളക്കാരും ചേർന്ന് ഇപ്പോൾ കൊള്ളയടിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നത്.